നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഒരു എസെൻട്രിക് ഫൂട്ടിങ്ങിൻ്റെ പ്രോബ്ലമാണ്. ഡിസൈൻ എ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഫോർ എ കോളം 300 mm by 500 mm reinforced with a 625 mm dia bars with FE 415 and M25 concrete subjected to a axial load PU is equal to 1000 kN and a fractured uniaxial moment MUX is equal to 120 kN with respect to major axis at the base of column. Assume that moment is reversible. Safe bearing capacity of soil may be taken as 200 kN per meter square at a depth of 1.25 meter. Assume M20 concrete and FE 415 steel for footing. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് എഴുതിയെടുക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. കോളത്തിൻ്റെ സൈസ് തന്നിട്ടുണ്ട് 300 mm by 500 mm. പിന്നെ അതുപോലെ തന്നെ സബ്ജക്റ്റ് ഒരു ആക്സിയൽ ലോഡ് PU ആണ്. നമുക്ക് PU എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് ഫാക്ചർഡ് ലോഡാണ് തന്നത്. ഫാക്ചർഡ് ലോഡ് 1000 kN തന്നിട്ടുണ്ട്. പിന്നെ ഫാക്ചർഡ് യൂണി ആക്സിയൽ മൊമെൻറ്റ് ഒരു ആക്സിസിന് മാത്രമേ മൊമെൻറ്റ് ഉള്ളൂ, അത് തന്നിട്ടുണ്ട്. MUX എന്ന് പറഞ്ഞാൽ 120 kN ആണ് വിത്ത് റെസ്പെക്ട് ടു മെജർ ആക്സിസ് അറ്റ് ദി ബേസ് ഓഫ് കോളം. അസ്യൂം ദി മൊമെൻറ്റ് ഈസ് റിവേഴ്സിബിൾ. ഇവിടെ പറയുന്നുണ്ട് മൊമെൻറ്റ് ഈസ് റിവേഴ്സിബിൾ. മൊമെൻറ്റ് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫൂട്ടിങ് സിമ്മട്രിക് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അവിടെ എസെൻട്രിസിറ്റി വന്നത് അതിൻ്റെ ആ ഷേപ്പ് കാരണമല്ല, അത് സിമ്മട്രിക് ആണ്. അതാണ് അതിൻ്റെ മൊമെൻറ്റ് ഈസ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഈ മൊമെൻറ്റ് എന്ന് പറയുന്നത് ലോഡിൻ്റെ കൂടെ വരുന്ന എക്സ്ട്രാ മൊമെൻ്റ് ആണ്. സാധാരണ രീതിയിൽ ലോഡ് മാത്രമാണെങ്കിൽ നമുക്ക് കോൺസെൻട്രിക് ആയിട്ട് ഡിസൈൻ ചെയ്യായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ മൊമെൻറ്റും കൂടി അവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് അത് നമ്മൾ എസെൻട്രിക് ആയിട്ട് ഡിസൈൻ ചെയ്യണം. ഇതിൻ്റെ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സിമ്മട്രിക് ആണ്. അതാണ് മൊമെൻറ്റ് ഈസ് റിവേഴ്സിബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ തന്നിട്ടുണ്ട് 200 kN/m² തന്നിട്ടുണ്ട്. പിന്നെ M20 FE 415 ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് നമ്മൾ ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. PU തന്നിട്ടുണ്ട് 1000 kN, MU തന്നിട്ടുണ്ട് 120 kN. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി തന്നിട്ടുണ്ട് 200 kN/m². അപ്പോൾ നമ്മൾ കോൺസെൻട്രിക് ആണെങ്കിലും അസെൻട്രിക് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോഡ് കാൽക്കുലേഷൻ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലോഡ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ലോഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം മൊമെൻറ്റ് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആസ് ദി മൊമെൻറ്റ് ഈസ് റിവേഴ്സിബിൾ ദ ഫൂട്ടിംഗ് ഷുഡ് ബി സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു കോളം. അപ്പോൾ അത് സിമ്മട്രിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഈ എക്സ്ട്രാ മൊമെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു ലോഡിൻ്റെ കൂടെ എക്സ്ട്രാ ആക്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സാധാരണ രീതിയിൽ ലോഡ് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ലോഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ കോളം ലോഡ് അതുപോലെ തന്നെ എന്തും വേണം, സെൽഫ് വെയിറ്റ് ഓഫ് ബാക്ക് ഫിൽ എല്ലാം കൂടി ചേർന്നതാണ് ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ലോഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം ലോഡ് പ്ലസ് സെൽഫ് വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് പ്ലസ് ബാക്ക് ഫിൽ. ഇതാണ് നമ്മുടെ ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോളം ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് 1000 kN തന്നിട്ടുണ്ട്. സെൽഫ് വെയിറ്റ് ഓഫ് ഫൂട്ടിങ്ങും ബാക്ക് ഫില്ലും നമുക്ക് തന്നിട്ടില്ല. ഇത് തരാത്തത് കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 10 to 15% ഓഫ് കോളം ലോഡാണ് നമ്മൾ ഈ ഒരു വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. 10 to 15% ആണ് നമ്മളിത് ഈ ഒരു വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക മൊമെൻറ്റ് റിവേഴ്സിബിൾ ആയതുകൊണ്ട് നമുക്കൊരു 15% ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ സെൽഫ് വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് പ്ലസ് ബാക്ക് ഫിൽ എന്ന് പറയുന്നത് എത്രയാണ്? 15% ഓഫ് കോളം ലോഡാണ്. സെൽഫ് വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് പ്ലസ് ബാക്ക് ഫിൽ 15% ഓഫ് കോളം ലോഡായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ 15% നോക്കുന്ന സമയത്ത് 115 kN ഉണ്ടാവും. 150 kN ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം ലോഡ് പ്ലസ് സെൽഫ് വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് പ്ലസ് ബാക്ക് ഫിൽ ഡെൽറ്റ പി. അപ്പോൾ അതിന് നമുക്ക് എഴുതാം 1000 പ്ലസ് 150 1150 എന്ന് കിട്ടും. ഇത്രയും kN ആണ് അവിടെയുള്ള ടോട്ടൽ ലോഡ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെ കോൺസെൻട്രിക് കേസിൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏരിയ കാൽക്കുലേഷൻ ചെയ്യണം. എത്ര ഏരിയയാണ് നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലോഡ് ഇത്രയുമാണ്. ബിയറിംഗ് കപ്പാസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ ലോഡ് ബൈ ബിയറിംഗ് കപ്പാസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഏരിയ ഓഫ് ഫൂട്ടിംഗ് ആണ് നമുക്ക് വേണ്ടതെന്ന് കിട്ടും. അതിനുശേഷം ഈ ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും തമ്മിലുള്ള ഒരു റേഷ്യോ അസ്യൂം ചെയ്തിട്ട് നമ്മൾ L എന്താണ് B എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. പക്ഷേ ഈ കേസിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എസെൻട്രിസിറ്റി ഉണ്ട്. എസെൻട്രിസിറ്റി എന്തുകൊണ്ട് നമുക്ക്
ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആയിരിക്കില്ല അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ലോഡ് കാരണം സ്ട്രെസ് മാത്രമായിരിക്കും. ഇവിടെ ഒരു മൊമെൻറ്റും കൂടി ഉള്ളതുകൊണ്ട് ആ മൊമെൻറ്റ് കാരണം സ്ട്രെസ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് എസെൻട്രിസിറ്റി ആവുന്ന സമയത്തുള്ള വ്യത്യാസം. അപ്പോൾ ഇൻ കേസ് ഓഫ് എസെൻട്രിക് ഫൂട്ടിങ് നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എസെൻട്രിസിറ്റി എത്രയാണെന്ന് കണ്ടെത്തുന്നതാണ്. എസെൻട്രിസിറ്റി എന്താണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ m/, ടോട്ടൽ ലോഡാണ് എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടോട്ടൽ എം നമുക്ക് തന്നിട്ടുണ്ട് 120 kN ആണ്. അപ്പം 120 × 10⁻³ എന്ന് എഴുതാം. പിന്നെ അതുപോലെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 1150 ആണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ 10⁻³ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ മീറ്ററിലായിരിക്കില്ല, mm-ലായിരിക്കും. 1 mm. അപ്പോൾ ഇവിടെ നമ്മുടെ എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ 1 mm ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ സൈസ് ഓഫ് ഫൂട്ടിങ് കണ്ടെത്താനാണ് പോകുന്നത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ഫൂട്ടിങ് കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ സൈസ് ഓഫ് ഫൂട്ടിങ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഈ കോളം ഈ ഫൂട്ടിങ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ <L/6 എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ഡിസൈൻ ചെയ്യുക. അതുപോലെ ഈ L/6 എന്ന് പറഞ്ഞ വരുന്ന 2 കേസസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യാൻ പ്രിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ L/6 എന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂമിങ് ഈ നമ്മുടെ എസെൻട്രിസിറ്റി ഷുഡ് ബി L/6. അതായത് എസെൻട്രിസിറ്റി ഈ ഒരു ഫൂട്ടിങ്ങിൻ്റെ മിഡിൽ തേർഡിൽ ആക്ട് ചെയ്യുന്ന വിധത്തിലാണ്. ആ ലോഡ് പോകുന്നത് മിഡിൽ തേർഡിൽ വരുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഈ ഫൂട്ടിങ് ഡിസൈൻ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അതിൽ ഉണ്ടാവാണ്ടിരിക്കുള്ളൂ, ടെൻഷൻ ഉണ്ടാവാണ്ടിരിക്കുള്ളൂ. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് Q മിനിമം കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡിസൈൻ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അസ്യൂം ചെയ്ത് ചെയ്യുന്നതാണ്. P <L/6 എന്ന് കിട്ടി. അപ്പം ഈ <L/6 എന്ന് പറഞ്ഞാൽ L > 6 times E എന്ന് കിട്ടി. സോ L > 6 × 104 എന്ന് ചെയ്യുന്ന സമയത്ത് L ഷുഡ് ബി > 624 mm എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കോൺസെൻട്രിക് ഫൂട്ടിംഗ് ആണെങ്കിൽ നമ്മുടെ മാക്സിമം അവിടെ വരുന്ന സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ മാത്രമായിരുന്നു. അതായത് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. അവിടെ നമ്മൾ കോളം ലോഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ ലോഡ് കൺസിഡർ ചെയ്യണം. ഈ ഒരു ഇത് മാത്രമേ അവിടെ ഉണ്ടായിരുന്ന മാക്സിമം സ്ട്രെസ്സിൻ്റെ കേസിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു എന്താണ് എസെൻട്രിക് കോളാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് മാത്രമല്ല മൊമെൻറ്റ് കാരണമുള്ള സ്ട്രെസ്സും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 1150. ഏരിയ എന്താണെന്ന് നമുക്കറിയില്ല, B × L എന്ന് എഴുതാം. എമ്മിന് പകരം 120 എന്ന് എഴുതാം. Z എന്ന് പറഞ്ഞാൽ BL²/6 ആണ്. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന Qmax എന്ന് പറയുന്നത് ഈ Qmax ഷുഡ് ബി < ദി ഫാക്ചേർഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ആ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ Qmax ഷുഡ് ബി <= ഫാക്ചേർഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. സോ 1.5 × സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇങ്ങനെയായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഡിസൈൻ ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് സോയിൽ ആക്ട് ചെയ്യുന്ന ഈ സോയിൽ പ്രഷർ എന്ന് പറയുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനെക്കാട്ടും കൂടുതലായി കഴിഞ്ഞാൽ എന്തായാലും ഫെയിൽ ആവും എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യുന്നതുമ്പോൾ അപ്പോൾ നമ്മുടെ Qmax എന്താണെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. Qmax 1150 BL + 120 × BL²/6 ഷുഡ് ബി < ഫാക്ചർ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1.5 × 200 എന്ന് വരും. അതായത് 300 എന്ന് എഴുതാം. അപ്പോൾ ഇതിന് ഈ ഒരു ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്താണെങ്കിൽ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 300 BL² - 1150 L - 720 ഷുഡ് ബി < = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് പറയാം. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. നമുക്ക് ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടിയത്. ഇവിടെ നിന്ന് നമുക്ക് ബിയും എല്ലും കണ്ടെത്തണം. അങ്ങനെ ബിയും എല്ലും കണ്ടെത്തണമെങ്കിൽ നമ്മൾക്ക് എന്താണ് ഈ ബിയും എല്ലും തമ്മിലുള്ള ഒരു റേഷ്യോ അറിയണം. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ കോൺസെൻട്രിക്കിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡറിങ് വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ഫൂട്ടിംഗ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് കോളം. അപ്പം കോളത്തിൻ്റെ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ് അതിൻ്റെ വിഡ്ത്ത്, ലെങ്ത് A ആണെങ്കിൽ B/A എന്ന് പറഞ്ഞാൽ 300/500.
3/5 എന്ന് കിട്ടും. ഈ സെയിം റേഷ്യോ ആണ് നമ്മുടെ ഒരു ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് ടു ലെങ്ത്തുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ B/L എന്ന് പറഞ്ഞാൽ 3/5 എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് B എന്ന് പറഞ്ഞാൽ 3/5L എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ബീൻ്റെ വാല്യൂ, ഈ ഒരു B എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ 1 ബിയും ഉണ്ട് എല്ലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ബീനെ എല്ലിൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ ഒരൊറ്റ ടേം മാത്രമാണ് ഇക്വേഷനെ, അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ റേഷ്യോ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 300 ഇൻറ്റു ബിക്ക് പകരം നമുക്ക് 3/5L എന്ന് കൊടുക്കാം. പിന്നെ ഓൾറെഡി ഒരു L² ഉണ്ട്. -1150L -720 << 0 എന്നായി മാറും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്യൂബിക്കൽ ഇക്വേഷൻ കിട്ടും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L = 2.79 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് L = 3 മീറ്റർ എന്ന് എടുക്കാം, ഒന്ന് റൗണ്ട് ചെയ്തിട്ട്. B നമ്മൾ ചെയ്താൽ കിട്ടുന്നത് 1.8 ആണ്. അതിനെ നമുക്കൊന്ന് റൗണ്ട് ചെയ്തിട്ട് B = 2 മീറ്റർ എന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ സൈസ് ഓഫ് കോളം നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ L 3 മീറ്ററും B എന്ന് പറയുന്നത് 2 മീറ്ററും ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രാക്ചേർഡ് സോയിൽ പ്രഷർ കണ്ടെത്തുന്നതാണ്. ഫ്രാക്ചേർഡ് സോയിൽ പ്രഷർ കണ്ടെത്താനാണ് നെക്സ്റ്റ് പോകുന്നത്. അപ്പോൾ Qmax ഓഫ് Qminimum. അപ്പോൾ ഫ്രാക്ചേർഡ് സോയിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസെൻട്രിക്കിൽ എങ്ങനെയായിരുന്നു ചെയ്തത്? ഫ്രാക്ചേർഡ് സോയിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ചേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ, അത് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കേസിന് അത് മാത്രമല്ല വരിക, ബെൻഡിങ് കാരണം സോയിൽ പ്രഷറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. സോ നമ്മൾ ഫ്രാക്ചേർഡ് സോയിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം വരും, Qmaxും വരും, Qmaxോ Qminimum, 2 എണ്ണം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ +or-m/z. Qmax ആണെങ്കിൽ പ്ലസ് യൂസ് ചെയ്യണം, Qminimum ആണെങ്കിൽ മൈനസ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Qmax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P + ΔP ഡിവൈഡ് ബൈ A + m/z എന്നായിരിക്കും വരിക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1150. ഏരിയ എന്ന് പറഞ്ഞാൽ 2 × 3 എന്ന് എഴുതാം. BL എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 120 × BL². B എന്ന് പറഞ്ഞാൽ 2ഉം L എന്ന് പറഞ്ഞാൽ 3² ഡിവൈഡ് ബൈ 6. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 191.66 + 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 231.66 എന്ന് കിട്ടും, kN/m². ഈ വാല്യൂ എന്തിനേക്കാളും ചെറുതായിരിക്കണം, ഫ്രാക്ചേർഡ് സോയിൽ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കുറവായിരിക്കണം. ദിസ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഫ്രാക്ചേർഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ L-ഉം 3ഉം കണ്ടെത്തിയത്. അത് റൗണ്ട് ചെയ്തതിന് ശേഷം അത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 23116 എന്നാണല്ലോ കിട്ടിയത്, 231.66 kN/m². നമ്മൾ ഫ്രാക്ചേർഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടിയത് 300 kN/m². അതിനേക്കാളും കുറവാണ്. ഹെൻസ് സൈസ് ഓഫ് ഫൂട്ടിംഗ് ഈസ് സേഫ് എന്ന് പറയാം. അതുപോലെ തന്നെ Qminimum കണ്ടെത്തുക. Qminimum കണ്ടെത്തുന്ന സമയത്ത് ഈ എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇത് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവായി മാറി. അത് നെഗറ്റീവായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്ത ആ കണ്ടീഷൻ ഈ ഷുഡ് ബി ലെസ് ദാൻ L/6 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാറ്റി കൊടുക്കണം, റീഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് Qminimum നോക്കാം, ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് കിട്ടുന്നത് നോക്കാം. Qminimumത്തിൻ്റെ ഇക്വേഷൻ 1150 ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ 2/3 -m/BL², 232/6. ഇത് ചെയ്യുന്ന സമയത്ത് 151.66 kN/m². ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടിയത്, അതുകൊണ്ട് പ്രശ്നമില്ല. Qminimum ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0, അതുകൊണ്ട് ഹെൻസ് സൈസ് ഈസ് സേഫ്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത സൈസ് എന്ന് പറയുന്നത് സേഫാണ്. ഇൻ കേസ് ഈ 2 കണ്ടീഷൻ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത 2 കണ്ടീഷൻ ഏതെങ്കിലും ഒന്നിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതിൻ്റെ സൈസ് മാറ്റി റീഡിസൈൻ ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡെപ്ത് കണ്ടെത്തുന്നതാണ് നെക്സ്റ്റ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെപ്ത് കണ്ടെത്തുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ 1 വേ ഷെയറിൽ ചെക്ക് ചെയ്യണം, 2 വേ ഷെയറിൽ ചെക്ക് ചെയ്യണം, ബെൻഡിങ്ങിൽ ചെക്ക് ചെയ്യണം. എന്നിട്ട് വലിയ ഡെപ്ത് ഏതാണോ അത് സെലക്ട് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.